പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഗൾഫ് സെക്ടറിലേക്കുള്ള 2 സർവീസുകൾ പുനരാരംഭിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് തീരുമാനിച്ചു. തിരുവനന്തപുരം ദുബായ്, തിരുവനന്തപുരം അബുദാബി സെക്ടറിലെ സർവീസുകളാണ് ഈ മാസം 28-ന് ആരംഭിക്കുന്ന ശീതകാല ഷെഡ്യൂളിലാണ് ദുബായ് സർവീസ് ഉൾപ്പെടുത്തിയത്. ഡിസംബർ 3 മുതൽ അബുദാബിയിലേക്കും തിരിച്ചും വിമാനമുണ്ടാകും. സർവീസുകൾ റദ്ദാക്കുന്നുവെന്ന വാർത്ത മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. മീഡിയ വൺ ഇംപാക്ട്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നു. ഷിനോജ്, നമ്മുടെ റിപ്പോർട്ടിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു പ്രവാസികളൊക്കെ. അത് പരിഹരിച്ചിരിക്കുകയാണോ എയർ ഇന്ത്യ എക്സ്പ്രസ്? ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ധന്യ, ഇതിൽ തിരുവനന്തപുരത്ത് നിന്ന് UAE വരുന്ന യാത്രക്കാരെയാണ് ഈ സർവീസ് റദ്ദാക്കിയത് ഏറെ ബാധിച്ചിരുന്നത്. അത് ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദുബൈയിലേക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാനവും അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലേക്കുള്ള വിമാനവും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരു വ്യത്യാസമുള്ളത്, തിരുവനന്തപുരം ദുബായ് വിമാനം ഈ ഷെഡ്യൂളിൽ തന്നെ, അതായത് ഈ ഒക്ടോബർ 28-ന് ആരംഭിക്കുന്ന ഷെഡ്യൂളിൽ തന്നെ പുനരാരംഭിക്കുകയാണ്. പക്ഷേ ഈ തിരുവനന്തപുരം അബുദാബി വിമാനം കുറച്ചു കാലം കഴിഞ്ഞിട്ടേ പുനരാരംഭിക്കുകയുള്ളൂ. അതായത് 5 ആഴ്ചയോളം ആ വിമാനം മുടങ്ങും എന്നാണ് ട്രാവൽ രംഗത്തുള്ളവർ പറയുന്നത്. ഡിസംബർ 3-നാണ് തിരുവനന്തപുരം അബുദാബി സർവീസ് ആരംഭിക്കുന്നത്. ഇത് ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലായിരിക്കും. അതായത് ആഴ്ചയിൽ 3 ദിവസങ്ങളിലായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലേക്ക് സർവീസ് പുനരാരംഭിക്കുക. ധന്യ.